ഹായ് ഹലോ ഗൈസ്. ഇന്ന് വന്നിട്ട് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിലെ ഷോ കേസ്. എൻ്റെ ഷോ കേസ് ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതിനുള്ള സാധനങ്ങളൊക്കെ നിങ്ങളിന്ന് പരിചയപ്പെടുത്താം. അതൊക്കെ ഇവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടിയെന്നൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി ഒരു കുഞ്ഞു വീഡിയോ ഇടാമെന്ന് കരുതി. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? നമുക്ക് നോക്കാമേ. ഫസ്റ്റ് വൺ ഇതാണ് ഷോ കേസ് കേട്ടോ. ഷോ കേസിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. മിക്കവാറും 2 പാർട്ടായിട്ട് കൊണ്ടുവരും. അപ്പോൾ ആദ്യം വന്നിട്ട് നമുക്ക് ഈ ഒരു ഏരിയ നോക്കാം. ചെറിയൊരു വെട്ടത്തിൻ്റെ പ്രശ്നമുണ്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് ആദ്യം വന്നിട്ട് ഈ ഏരിയ നോക്കാം. ഇതിങ്ങനെ സൈഡ് തുറക്കുന്നതാണ്. ക്ലിയർ ആവുന്നില്ല, ഗ്ലാസ്സിൻ്റെ കയ്യിൽ പോയപ്പോൾ ഈ സൈഡ് ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വിളക്കുകളാണ്. വിളക്കുകൾ, ഈ വിളക്കെന്ന് പറയുന്നത് ഇത് ചേട്ടൻ്റെ കല്യാണത്തിന് കിട്ടിയ വിളക്കുകളാണ് കേട്ടോ. ചേട്ടൻ്റെ കല്യാണത്തിന് കിട്ടിയ വിളക്കുകളാണ് ഇവരെല്ലാം. വേറെ 2 വിളക്കുണ്ട്. ഒന്നിതോ അവിടെ തറയിട്ടുണ്ട്, അത് നമ്മുടെ വീട്ടിലെ വിളക്കാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മളിപ്പം കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു വിളക്ക്. അത് നമുക്ക് കുക്കറിൻ്റെ കൂടെ കിട്ടിയതാണ്, ഫ്രീ കിട്ടിയതാണ് കേട്ടോ. നമ്മൾ 5 കൂട്ടം ഐറ്റം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയൊരു കുഞ്ഞു വിളക്കുണ്ടേ. അപ്പം എന്നിട്ട് താഴെ 2 വിളക്ക്. പിന്നെ നമ്മൾ കന്യാകുമാരി കാണിച്ച മാതാവിൻ്റെ ഒരു കന്യാകുമാരി അല്ലല്ലോ, കന്യാകുമാരിയാണ് സോറി, വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു ഒരു വെള്ളം കിട്ടുന്ന, പുണ്യം കിട്ടുന്ന ഒരു രൂപം. പിന്നെ നമ്മൾ വിളക്കിൻ്റെ എല്ലാ സാധനങ്ങളും, അതായത് വിളക്കത്തിരി, പിന്നെ സാമ്പ്രാണി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു റെഡ് പൂവും വെച്ചിട്ടുണ്ട്. അപ്പം ഇത്ര സാധനമാണ്. പിന്നെ ഇതൊക്കെ ചേട്ടൻ്റെ കല്യാണത്തിന് കല്യാണ പെണ്ണ് കൊടുക്കില്ലേ അവിടെ കിട്ടിയത്, അങ്ങനെ നിലവിളക്കും അതിൻ്റെ കൂട്ടങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഇതൊക്കെയാണ് ഈ മുന്ത. അതുപോലെ തന്നെ ഇത് നാലൊക്കെ കേട്ടോ. പിന്നെ ഇത് എൻ്റെ ചേച്ചിയുടെ പണ്ടത്തെ ഒരു ഫോട്ടോയാണ്, വെളിച്ചെണ്ണ പോലെ. അപ്പോൾ ആ ഫോട്ടോ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ്. ഈ പൂവാണ്. ഈ പൂവും സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് വെച്ചിരിക്കുന്നത്. കുറച്ച് സാധനം മാറ്റിയാൽ പിന്നെ അടുത്തൊക്കെ നമുക്ക് സ്ഥലമില്ല. ഈ ഷോക്കേസ് ആക്കാം. പിന്നെ അടുത്ത വന്നിട്ടെന്ന് പറയുന്നത് ഒരു മിനിറ്റ് ക്യാമറ. അടുത്ത വന്നിട്ട് നമ്മുടെ ട്രോഫികളാണ്. ട്രോഫികളെന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ എനിക്ക് SSLC പരീക്ഷയ്ക്ക് ബയോളജിക്ക് A+ കിട്ടിയതിന്, അന്ന് ബയോളജി സബ്ജക്റ്റിന് A+ കിട്ടുന്നവർക്ക് ഇങ്ങനെ ഒരു ട്രോഫി എല്ലാവർക്കും കൊടുത്തായിരുന്നു. അപ്പം അങ്ങനെ കിട്ടിയ ഒരു കുഞ്ഞു ട്രോഫിയാണ് ഇത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇതെന്ത് ആരും വെച്ചാൽ എനിക്കറിയത്തില്ല, ഇല്ലാത്തപ്പോൾ കൊണ്ട് വെച്ചാണ്. കാണാമോ, ഒരു കൃഷ്ണൻ്റെ കുഞ്ഞു രൂപമാണ്. നമ്മൾ ഈ വണ്ടിയിലൊക്കെ ഒട്ടിച്ച് വെക്കൂലേ, ആ സംഭവമാണ്. പിന്നെ വന്നിട്ട് ഇതെനിക്ക് നമ്മുടെ ചെന്നീർക്കര സഹകരണ ബാങ്ക് എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ഉണ്ട് ഇവിടെ. അവിടെ നിന്ന് എനിക്ക് +2 ജയിച്ചതിന് കിട്ടിയതാണ് ഈ ട്രോഫി. പിന്നെ ഇത് 10ാം ക്ലാസ് ജയിച്ചതിന് എനിക്ക് കിട്ടിയ, അവിടുന്ന് തന്നെ ചെന്നൈക്കര സൊസൈറ്റിയിൽ നിന്ന് തന്നെ കിട്ടിയ പ്രസൻറ്റഡ് ടു അലീന AD ഓൺ ഹിയർ മെറിറ്റോറിയസ് അച്ചീവ്മെൻറ്റ് ഇൻ 10th എക്സാമിനേഷൻ 2025. 10ാം ക്ലാസ്സിൽ പാസ്സായതിന് കിട്ടിയ ഒരു ട്രോഫിയാണ്. പിന്നെ ഇത് വന്നിട്ട് ചാച്ചന് കിട്ടിയത് കേട്ടോ. ചാച്ചൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അച്ഛനാണ് ചാച്ചാന്ന് വിളിക്കുന്നത്. അപ്പോൾ ചാച്ചന് കിട്ടിയൊരു ട്രോഫിയാണ്. ദേശാഭിമാനി വരിസംഖ്യ കൂട്ടുമ്പോൾ പഞ്ചായത്ത് ബ്രാഞ്ചിൻ്റെ വക അവർക്ക് ട്രോഫി കൊടുക്കും. അപ്പം അത് ഏറ്റവും കൂടുതൽ ദേശാഭിമാനി ഇങ്ങനെ വീടുകളിൽ വരിസംഖ്യ കൂട്ടിയ ഇതിന് കിട്ടിയതാണ്. അതേപോലെ കിട്ടിയതാണ് ഈ ട്രോഫി, ദേശാഭിമാനിയുടെ ട്രോഫി. ഇതെല്ലാം ഇവിടെ ദേശാഭിമാനിയാണ്. സഖാക്കന്മാരുണ്ട് ഗെയിംസ്. പിന്നെ ഇത് ഞാൻ പണ്ട് തൊട്ടേ ഇവിടെ ഉള്ള ഒരു കുഞ്ഞ് തടിവിളക്കാണ്. തടിയും കൊണ്ട് റെഡിയാക്കിയ വിളക്കാണിത്. കാണാമല്ലോ, എന്നെ കണ്ടില്ലെങ്കിലും സാധനങ്ങൾ കാണാമല്ലോ, അത് മതി. ക്യാമറ പിടിക്കാൻ ആളില്ല. കണ്ട ഒരു തടി വിളക്ക്. പിന്നെ ഇതൊരു വലിയ ട്രോഫിയാണ്, KSRTCയുടെയാണ്. അതായത് ചാച്ചന് ഇത്
എന്താ പെൻഷൻ പറ്റിയപ്പോൾ അവിടെ നിന്ന് കൊടുത്തതാണ് KSRTCയുടെ ഒരു ട്രോഫി. പിന്നെ അടുത്ത ട്രോഫി എന്ന് പറയുന്നത് എൻ്റെ രണ്ടാമത്തെ ചേട്ടൻ്റെയാണ്. ഇത് ആണ് എന്താണ് മാമ്പഴക്കാല അവധിക്കാല സഹകരണ ക്യാമ്പ് എന്നും പറഞ്ഞൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് പങ്കെടുത്തതിന് അണ്ണന് കിട്ടിയൊരു ട്രോഫിയാണിത്. അപ്പോൾ ഇത്രയും ട്രോഫികളാണ്. പിന്നെ ഇത് ഈ ബൗളെന്ന് പറയുന്നത് ഒരു ആപ്പിളിൻ്റെ ബൗള്. ഈ ബൗളെന്ന് പറയുന്നത് എനിക്ക് ഇവിടെ ഓണപ്പരിപാടിക്ക് മെഴുകുതിരി കത്തിച്ചോട്ടത്തിന് സെക്കൻഡോ അങ്ങോട്ട് കിട്ടി. അപ്പോൾ അതിൻ്റെയാണ് ഈ ബൗളെന്ന് പറയുന്നത്. ഇതിനകത്ത് കിടക്കുന്നതൊക്കെ എവിടുന്നോ കൊണ്ടിട്ടാണ്, അമ്മ കൊണ്ടിട്ടാന്ന് തോന്നുന്നു. ആണോ എനിക്കറിയില്ല. പിന്നെന്ന് പറയുന്നത് ഒരു മഞ്ച് പിള്ളേർക്ക് കണ്ട് വാങ്ങിച്ച് പാത്ത് വെച്ചേക്കുന്നതാണ്, അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു യേശുവിൻ്റെ കുഞ്ഞിക്കുരിശും അതിനകത്ത് കൊന്തയും, ഇതും എവിടെ നിന്നാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം അതുകൊണ്ട് പിന്നെയെന്ന് പറയുന്നത് ഒരു തടിയുടെ വള്ളമാണ്. ഇതെനിക്കൊന്ന് അമ്മൻ്റെ കല്യാണത്തിന് കിട്ടിയത് അമ്മ കേട്ടോ. അവരുടെ കല്യാണത്തിൽ പ്രസൻറ്റേഷൻ കിട്ടിയൊരു തടിയിലുള്ള വള്ളമാണ്. അത്രയാണ്. ഇതെനിക്ക് സ്കൂളിൽ പഠിച്ചപ്പോൾ ദേശഭക്തിഗാനത്തിനങ്ങാണ്ട് കിട്ടിയ ഒരു കുഞ്ഞു ട്രോഫിയാണേ.